ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ വേൾഡ് കപ്പിന്റെ ഫൈനൽ വരെ അർജന്റീന എത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അത് സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചിറകിലേറിക്കൊണ്ടാണ് മിക്ക മത്സരങ്ങളിലും അർജന്റീന വിജയിച്ചിട്ടുള്ളത്. പക്ഷേ ഫൈനലിൽ മെസ്സിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. എന്നിരുന്നാലും മെസ്സി നേടിയ 8 ഗോളുകളും 4 അസിസ്റ്റുകളും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഈ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ അഥവാ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം അത് മെസ്സിക്ക് ലഭിക്കും എന്നായിരുന്നു പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ സ്പാനിഷ് താരമായ റോഡ്രിക്കാണ് ലഭിച്ചിട്ടുള്ളത്. റോഡ്രി വേൾഡ് കപ്പിലുടനീളം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷെ മെസ്സിക്ക് നൽകാമായിരുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഉയരുന്നുണ്ട്. ഇത്രയും മികച്ച രൂപത്തിൽ കളിച്ച മെസ്സിക്ക് ഗോൾഡൻ ബോൾ നൽകാത്തത് ഫിഫ നടത്തിയ വലിയ അനീതിയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മുൻ ഈജിപ്ഷ്യൻ താരമായിരുന്ന മുഹമ്മദ് അബൂത്രിക്ക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. മെസ്സിക്ക് ഗോൾഡൻ ബോൾ നൽകാത്തത് ഒരു അനീതിയാണ് എന്നാണ് മുഹമ്മദ് അബൂത്രിക്ക പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ലയണൽ മെസ്സിക്ക് ലഭിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ അനീതി നടന്നു. മെസ്സി തന്നെയായിരുന്നു ഈ വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയർ. വേൾഡ് കപ്പിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ബെസ്റ്റ് പ്ലെയർ അത് മെസ്സി തന്നെയായിരുന്നു. ഇതാണ് മുൻ ഈജിപ്ഷ്യൻ താരമായിരുന്ന മുഹമ്മദ് അബൂത്രിക്ക പറഞ്ഞിട്ടുള്ളത്. മെസ്സിക്ക് ഗോൾഡൻ ബോൾ നൽകാത്തത് വലിയ ഒരു അന്യായമാണ്, അനീതിയാണ് എന്നാണ് പലരും ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും ലയണൽ മെസ്സി മാസ്മരിക പ്രകടനം നടത്തിയ ഒരു വേൾഡ് കപ്പാണ് ഇപ്പോൾ കൊഴിഞ്ഞു പോകുന്നത്. പക്ഷേ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയെ നിഷ്പ്രഭമാക്കാൻ സ്പാനിഷ് പടക്ക് സാധിക്കുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.